ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ചാമ്പക്ക ഉണ്ടായി. അപ്പോൾ ചാമ്പക്ക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഇത് വെച്ച് നമുക്ക് ജാം ഉണ്ടാക്കിയാലോ എന്നുള്ള രീതിയിൽ. സോ ഞങ്ങൾ ആദ്യം തന്നെ ചാമ്പക്ക നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അതിനെ മാറ്റി. ഓക്കെ, രണ്ടായിട്ട് മുറിച്ച് കഴുകി, അത്രയേ ഉള്ളൂ. ഈ ചാമ്പയിൽ അധികം കുരു ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. സോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചാമ്പക്ക നമ്മൾ എടുത്തിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിക്കുക. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. ഓക്കെ, ഒരു വിസിൽ മതിയാവും. ഒരു വിസിലോ 2 വിസിലോ, എന്നാലും നമുക്ക് നന്നായിട്ടത് വെന്ത് കിട്ടണം. നമ്മൾ ജാമാണല്ലോ ഉണ്ടാക്കുന്നത്, തരിയൊന്നും പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇനി ഈ ചാമ്പക്ക നന്നായിട്ട് ഒരു 2 വിസിലടിച്ച് പെട്ടെന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ഉടയ്ക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉടയ്ക്കാം. ഇതൊന്ന് പകുതി ഉടച്ചതിന് ശേഷം ഞങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഓക്കെ, ഇത് സിമ്പിൾ റെസിപ്പിയാണ്. ഇതിലധികം കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ചാമ്പയ്ക്ക, പഞ്ചസാര, ഒരു നാരങ്ങ, അത്രേ ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ട് പീച്ചി അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളമുണ്ട്. സോ നമ്മൾ വെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി അരച്ചെടുത്ത സാധനം നമ്മൾ നന്നായിട്ട് അടപ്പത്തിട്ട് വേവിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അതിലെ വെള്ളം മുഴുവൻ പോകുന്ന രീതിയിൽ ഒന്ന് കുറുക്കുക. ഓക്കെ, ഈ കുറുക്കിയ സാധനത്തിലേക്ക് നമ്മൾ പഞ്ചസാര ഇടും. പഞ്ചസാര ഇടുമ്പോൾ അത്യാവശ്യം രീതിയിൽ ഒന്ന് പൊട്ടിത്തെറി പോലെയൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടിടുക. ഇട്ട് നമ്മൾ നന്നായിട്ട് വയറ്റി ഈ ഒരു പരിവാകും, നല്ല ചുമന്ന കളറൊക്കെ. അതിന് ശേഷം ഇത്തിരി നാരങ്ങ നീരും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജാം റെഡി. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ പറയാം. Hope you like the video. See you with another interesting video. Bye then, signing off from Black and Blank.